കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന് ശശി തരൂർ MP. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 10 വർഷത്തെ ഭരണത്തിന്റെ പരാജയം UDFന് അനുകൂലമാകും. ജനക്ഷേമ കാര്യങ്ങളും വികസനവുമാണ് UDF തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. നിങ്ങൾ എണ്ണം പറയാൻ ആഗ്രഹിക്കുന്നില്ലേ, പക്ഷെ നല്ലൊരു ഭൂരിപക്ഷം കിട്ടുന്നൊരു സംശയവുമില്ല. ഞാൻ തന്നെ 21-ാം തീയതി മുതൽ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 48 സ്ഥാനാർത്ഥികളായി തോന്നുന്നു. ഞങ്ങളുടെ കണക്ക് പ്രകാരം നല്ലൊരു ഒരു ഭൂരിപക്ഷം കിട്ടും. നമ്മൾക്കറിയാം, ഒന്നും എളുപ്പത്തെടുക്കരുത്. അവസാനത്തെ ഒരാഴ്ച നമ്മളെല്ലാവരുടെയും ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനാണ് ഞങ്ങൾ പ്രാധാന്യപ്പെട്ട ഒരു ചിന്ത. ഇവിടെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില ഭാഗത്ത് ഞങ്ങൾക്ക് പുതുമുഖങ്ങളാണ് സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കൂടുതൽ സമയം തന്നിട്ടില്ല. അപ്പോൾ അവരെ പരിചയപ്പെടുത്താനും അവരുടെ ഈ ലോക്കൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും കുറച്ചും കൂടി ഞങ്ങൾ ശ്രമം എടുക്കുന്നുണ്ട്. എല്ലാവരുടെയും നമ്മൾക്ക് സമയം കിട്ടിയത് മതിയാവുമെന്നും പറയില്ലെങ്കിലും കൂടി എനിക്ക് ഒരു സംശയവുമില്ല, ഒരു വിഹാരം ഞങ്ങൾ പുറകെയുണ്ട്. ഒരു ട്രെൻഡ് UDFൻ്റെ അനുകൂലം തന്നെയാണ്. ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു മാറ്റത്തിൻ്റെ ഒരു സമയം വന്നിട്ടുണ്ട്. ആ മാറ്റം ഞങ്ങൾക്ക് തന്നെ അനുകൂലമാണ്. LDFന്റെ അവകാശവാദം ഭരണവിരുദ്ധ വികാരം അങ്ങനെ വലിയ തോതിലില്ല എന്നുള്ളതാണ്. നോക്കൂ, അതല്ല അവർ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആരും വിശ്വസിക്കില്ല. കാരണം എല്ലാവരോടും ചോദിച്ചോളൂ, നാട്ടുകാരോട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നവരാണല്ലോ ഭരണവിരുദ്ധ ഒരു വിഹാരം ഇല്ലയെന്ന്. പക്ഷെ അവർ പറയണത് അവരുടെ ലക്ഷ്യം എന്താണ്, അവർ ശ്രമിക്കണത് അത് MLA-മാർക്ക് എല്ലാവരും ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ MLA-മാരുടെ വിരുദ്ധം വോട്ടുണ്ടാവില്ല. പക്ഷേ ആൾക്കാർക്കറിയാം, ഞങ്ങൾ പറയണത് നിങ്ങളുടെ MLA നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും അവർ ഈ 10 വർഷക്കാലം ഈ സർക്കാരിനെല്ലാം പിന്തുണ കൊടുത്തിരിക്കണം. ഈ സർക്കാർ വഴിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അവർ വികസനം ചൂണ്ടിക്കാണിക്കും കൂടി കേന്ദ്രം കൊണ്ടുവന്ന ഹൈവേസാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരെന്താ ചെയ്തിരിക്കുന്നത് നാട്ടിന് വേണ്ടിയിട്ട്? കടം നമ്മുടെ കൂട്ടി കൊണ്ടുപോകാതെ മാത്രമല്ല ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഞങ്ങളെ ഒന്ന് കേട്ട് സംസാരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊപ്പം തന്നെ വരാൻ പോകും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പേയ്മെന്റ് എന്നും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. വരാൻ പോകുന്നത് കൊടും ചൂടാണ്, നോമ്പാണ്. ഏതൊരു സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കീം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പേയ്മെന്റിൽ നിന്ന് 10,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, ഒരു 14,000 രൂപയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1400 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ഇനി ഒരു 30,000 രൂപയുടെ AC ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 3000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 25,000 രൂപയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടതെങ്കിൽ 2500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 10,000 രൂപയുടെ ഈ TV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 15,000 രൂപയുടെ ഇൻവെർട്ടർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ലൈഫ് ടൈം വാറന്റിയുള്ള ചിമ്മിണിയും ഹോമും 10 മാസത്തെ സ്കീമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10,000 രൂപയുടെ നല്ല വാട്ടർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് നല്ല വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ BLDC ഫാനുകൾ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ സ്കീമിൽ അവൈലബിൾ ആണ്. ഇതൊരു സുവർണാവസരമാണ്. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. Baymand, making it easy. Valanjeri. Phone 9526 001 003.